മുസ്ലിം ലീഗിന്റെ തീരുമാനം എന്തായി? ലീഗ് UDF-ൽ തുടരുമോ? LDF-ലേക്ക് ചേക്കേറുമോ? 26-ലെ സ്ഥിതി എന്തായിരിക്കും? ലീഗ് UDF-ൽ നിന്ന് പോയാൽ UDF-ന്റെ കോൺഗ്രസിന്റെ ഭാവി എന്തായിരിക്കും? UDF-ന്റെ ഭാവി എന്ന് പറഞ്ഞാൽ UDF തീരുന്നു, അതിലെ ഘടകകക്ഷികളൊക്കെ തന്നെ പല വഴിക്ക് പോകും. ഒരു വടവൃക്ഷം കടപുഴകി വീണ് കഴിഞ്ഞാൽ അതിലുള്ള പക്ഷികളും ഒക്കെ മറ്റ് ചില്ലകളിലേക്ക് ചേക്കേറും, മറ്റ് വൃക്ഷങ്ങളുടെ ചില്ലകളിൽ പോയി ചേക്കേറും. അത് സ്വാഭാവികമാണ്. അതുപോലെ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയാത്ത ഒരു ഒറ്റയാൾ പട്ടാളങ്ങളും ഒക്കെയായിട്ട് നിൽക്കുന്ന ഘടകകക്ഷികളുടെ കാര്യമാണ്. അവർക്ക് മറ്റിടങ്ങളിൽ അഭയം കൊടുക്കാനായിട്ടും മുന്നണികൾ ഉണ്ട്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഒരു മുന്നണി മാത്രമല്ല, NDA മുന്നണിയും ശക്തി പ്രാപിച്ചു വരികയാണ്. അതിലേക്ക് പോകാം. NDA മുന്നണി ഈ LDF-ൽ തന്നെയുള്ള പല ഘടകകക്ഷികളും ഭാവിയിൽ NDA മുന്നണിയിൽ വരുമെന്നുള്ളത് ഉറപ്പാണ്. ഉറപ്പായ കാര്യം തന്നെയാണ്. വന്നേക്കും എന്നല്ല, വരും എന്നുള്ളതാണ്. കേരള കോൺഗ്രസിന് എന്താണ് ഇപ്പോൾ തന്നെ BJP-യിൽ ക്രൈസ്തവ മുഖങ്ങൾ ധാരാളമുണ്ട്. കേരള കോൺഗ്രസ് എന്താണ് NDA മുന്നണിയിലേക്ക് വന്നാൽ കഴിക്കുമോ? ഒന്നുമില്ല. അപ്പോൾ ലീഗിനും അങ്ങനെ സംഭവിക്കാം. അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് വരാം. മുസ്ലിം ലീഗ് നിശബ്ദരാണ് കുറെ നാളായിട്ട്. അത് മുസ്ലിം ലീഗിന്റെ അവരുടെ പ്രവർത്തനത്തിനനുസരിച്ച് മുന്നണി മാറുന്നില്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നുണ്ട്. 26-ലെ വരാനിരിക്കുന്ന ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ ആ മുന്നണിക്കകത്ത് വേണ്ട തരത്തിലുള്ള കെട്ടുറപ്പോ ഭദ്രതയോ ഇല്ല എന്നാണ് മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നത്. മുന്നണിക്കകത്ത് ഘടകകക്ഷികളിൽ ഉണ്ടാകാം, പക്ഷെ കോൺഗ്രസിനകത്ത് കെട്ടുറപ്പില്ല. ഈ കെട്ടുറപ്പും അനൈക്യവും ഒക്കെ പലതവണ മുസ്ലിം ലീഗ് കേന്ദ്ര നേതൃത്വത്തെ, ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. അതിനൊക്കെ ഹൈക്കമാൻഡ് ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. കാരണം മുസ്ലിം ലീഗിന്റെ വാക്ക് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയൊക്കെ ഉടൻ കേൾക്കും. രാഹുലിനെയും പ്രിയങ്കയൊക്കെ ജയിപ്പിച്ചു വിട്ടത് ആരാ? മുസ്ലിം ലീഗാണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നു കഴിഞ്ഞാൽ, വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് സാദിഖ് അലി തങ്ങളുടെ വീട്ടിലേക്കാണ്. പാണക്കാടാണ് പോകുന്നത്. അവിടെ നമസ്കരിച്ചതിന് ശേഷമേ പിന്നീട് മണ്ഡലത്തിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ചെല്ലുന്ന ഒരു വാക്ക്, ഒരു വിളി, അത് മുഖവിലക്കെടുത്തിരിക്കുമെന്നുള്ളതാണ്. ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലമേറെയായില്ലേ. കോൺഗ്രസിനെ തിരുത്തുക, ശക്തിപ്പെടുത്തുക എന്നുള്ള ജോലിയാണ് മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലൊട്ട് ഗുണം പിടിക്കുമോ? അതുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇത്തരത്തിലൊരു നിശബ്ദതയിലേക്ക് പോയിരിക്കുന്നത്. അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് തെക്കൻ കേരളത്തിലോ വടക്കൻ കേരളത്തിലോ ഉള്ള കാര്യങ്ങൾ നോക്കുക, മലബാർ മേഖലയിലെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഞങ്ങളുടെ സീറ്റ് ഉറപ്പായും ഞങ്ങൾ നിയമസഭയിൽ എത്തിക്കും. മുസ്ലിം ലീഗ് സീറ്റ് കൂടുതൽ ചോദിക്കും. അങ്ങനെ ഒരു പിന്നാമ്പുറ വർത്തമാനമുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും. ചോദിക്കും അവര്. കാരണം അവർക്ക് ചോദിക്കാൻ അർഹതയുണ്ട് എന്നാണ് UDF-ന്റെ കൺവീനറായ അടൂർ പ്രകാശ് ഇടയ്ക്കൊരു സൂചന നൽകി. അപ്പോൾ ആ സൂചനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മുസ്ലിം ലീഗ് ചോദിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്ന്. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ കോൺഗ്രസ് കൊടുത്തിരിക്കും. കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ മുന്നിൽ നട്ടല് വളച്ചൊടിച്ചാണ് നിൽക്കുന്നതെന്ന് പരക്കെ ഒരു അഭിപ്രായമുണ്ട്. അത് പൂർണ്ണമായും ശരിയുമാണ്. എല്ലാവർക്കും അറിയാവുന്ന പകൽ പോലെയുള്ള ഒരു സത്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് അപകടം ഉണ്ടാക്കും. ആ അപകടം കോൺഗ്രസ് മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഉണ്ടാക്കാൻ പോകുന്ന അപകടം ഇനി 26-ല് UDF പരാജയപ്പെടുകയാണ്. പ്രതിപക്ഷത്ത് വീണ്ടും ഇരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് ലീഗിനും കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആരാകും? കുഞ്ഞാലിക്കുട്ടിയാകും.
മുസ്ലിം ലീഗിനാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരേണ്ടി വരിക. കോൺഗ്രസ് മാറിക്കൊടുക്കേണ്ടി വരും. വി.ഡി. സതീശന് താടിക്ക് കൈ കൊടുത്തിരിക്കാം. ഇനിയും ഇവരുടെ സീറ്റുകൾ പലതും കോൺഗ്രസുമായിട്ട് വെച്ചുമാറാനൊക്കെ തയ്യാറാകുന്നുണ്ട്. അത് നല്ലതാണ്. കാരണം കോൺഗ്രസിലുള്ള കുറേ പേര് ജയിച്ചു വരാൻ വേണ്ടിയിട്ട്, ബുദ്ധിമുട്ടൊന്നുമില്ലാതെ കയറി വരാൻ വേണ്ടിയിട്ടാണ്. കോൺഗ്രസിലുള്ളവർ തന്നെ കോൺഗ്രസിന് പാര പണിയുന്നവരുണ്ടല്ലോ. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ തരത്തിൽ അവർ വെച്ചുമാറാൻ തയ്യാറാകുന്നു. ഗുരുവായൂരും തിരുവമ്പാടിയും ഒക്കെ തന്നെ. കെ മുരളീധരൻ ഗുരുവായൂർ മത്സരിക്കാനാണ് താല്പര്യം കാണിക്കുന്നത്. ഇതിന് പകരമായിട്ട് വേറെ സീറ്റ് അങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ലീഗ് ഇങ്ങനെ പല കാര്യങ്ങൾ തയ്യാറെടുക്കുമ്പോഴും ഇവർക്ക് തെക്കൻ കേരളത്തിൽ അർഹിക്കുന്ന പ്രാധാന്യം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇവരെ തൃശ്ശൂരിനിപ്പുറത്തേക്ക് ഇവർക്ക് സ്ഥാനമില്ല എന്നുള്ള മട്ടിൽ ഇവരെ അകറ്റി നിർത്തിയിരിക്കുന്നു. അത് ലീഗിനകത്ത് വലിയ ഒരു അതൃപ്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ അതൃപ്തി ഇവർക്ക് ദോഷം ഉണ്ടാക്കും. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ തിരുവനന്തപുരത്തായാലും അല്ലെങ്കിൽ കൊല്ലത്തൊക്കെ തന്നെ കൊല്ലത്ത് മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള ഒരിടമാണ്. ലീഗിന്റെ ചില കോട്ടകളുണ്ട്. ഇരവിപുരം മണ്ഡലമൊക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ അവിടെ വേണ്ടത്ര യോഗങ്ങളിലോ മറ്റ് സംഘടനാ തലത്തിലുള്ള മീറ്റിങ്ങുകളിലോ ഒന്നും അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല എന്ന് ലീഗിനകത്ത് ഒരു അതൃപ്തി പുകയുന്നുണ്ട്. അപ്പോൾ മധ്യ കേരളത്തിലും ലീഗിനെ തഴയപ്പെടുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ മധ്യ കേരളത്തില് ലീഗിനെ പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ് ആണ്. മലബാറിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് ലീഗുമാണ്. ലീഗിന്റെ പിന്തുണയില്ലാതെ ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് അവിടുന്ന് നിയമസഭയിൽ എത്താൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങളുടെ സീറ്റുകൾ വളരെ സുരക്ഷിതമായിട്ട് എത്തിക്കാം. ഞങ്ങളുടെ സീറ്റിലൊന്നും കയറി അങ്ങനെ CPM ഞങ്ങളെ കൊത്തിപ്പറിക്കാൻ വരില്ല. അവരുടെ കടന്നുകയറ്റമൊന്നും ഞങ്ങളുടെ ഏരിയയിൽ നടക്കില്ല എന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. അത് ശരിയാണ്. മുസ്ലിം ലീഗിന്റെ കോട്ടയ്ക്കകത്തൊന്നും അങ്ങനെ പെട്ടെന്ന് CPM-ന് കയറി കൊത്തിക്കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനിയും ലീഗിന് നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ UDF വിട്ടാൽ നമുക്കറിയാം LDF-ലേക്കായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകുന്നത്. ഇനി അതും ക്ഷയിച്ചു പോകുന്ന സമയമുണ്ട്, അധികം വൈകണ്ട. അപ്പോൾ കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നത് NDA മുന്നണിയാണ്. NDA മുന്നണിയിലേക്ക് വരും. എന്താ BJP മുസ്ലിം ലീഗും കൂടെ കൂട്ടുകെട്ടി നിന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇവിടെ ലോകത്ത് ആകാശം ഇടിഞ്ഞു വീഴൂ? ഒന്നുമില്ലല്ലോ. കാശ്മീരിൽ നമ്മൾ എന്താ കണ്ടത്? അതുപോലെ കേരളത്തിൽ സംഭവിച്ചുകൂടായില്ല. ഇനി 2026 കേരളത്തിൽ BJP അധികാരത്തിൽ വരും എന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ചില അലയൻസോടുകൂടി ആയിരിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പറഞ്ഞത് അമിത്ഷായാണ്. പല കാര്യങ്ങളും നമ്മൾ കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു, വരികൾക്കിടയിലൂടെ വായിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തില് ലീഗിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് അവര് LDF-ലേക്ക് ചേക്കാറാം. LDF-ലേക്ക് വന്നാൽ അവരെ വരവേൽക്കാൻ റെഡിയാണ്. അവർ ഈ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, വെൽഫെയർ പാർട്ടി, SDPI ഇവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിട്ട് ഇങ്ങ് പോരാനാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ വളരെ ശുദ്ധി കലശം ഒക്കെ നടത്തി ഇങ്ങോട്ടേക്ക് വരിക എന്ന് LDF പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവരുമൊക്കെ ആയിട്ടും CPM കൂട്ടുകൂടിയിട്ടുണ്ട്. INL-ഉം PDP-യും ഒക്കെ ആയിട്ട് കൂട്ടുകെട്ടുണ്ടായിട്ടില്ലേ? ഉണ്ടല്ലോ ഇപ്പോഴും. അപ്പോൾ പിന്നെ അവരോട് ഇത് പറയേണ്ട കാര്യം എന്താ? അത് നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഉള്ള കാര്യമാണ് അത്തരത്തിൽ പറയുന്നത്. അപ്പൊ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത് അവരിങ്ങോട്ടേക്ക് വരുമ്പോൾ CPI ഇല്ലാതാകും. LDF-ൽ വരുമ്പോൾ ബിനോയ് വിശ്വം എന്ത് ചെയ്യും? ബിനോയ് വിശ്വം ഇപ്പോൾ LDF-ലെ പ്രധാന ഘടകകക്ഷിയാണ്. താഴേക്ക് പോകും. കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വന്നപ്പോൾ ജോസ് കെ മാണി ഈ CPI-ക്ക് ആകെ സംശയം ഉണ്ടായിരുന്നു. CPI പക്ഷേ അത് അതിനെ അതിജീവിച്ചു. സ്ഥാനം ഉണ്ടായിരുന്നല്ലോ സ്ഥലത്തെ. ഇപ്പോൾ ഇനി ലീഗ് വന്നു കഴിഞ്ഞാൽ താഴോട്ട് പോകും. കാരണം ലീഗിന് അത്രത്തോളം സീറ്റുണ്ട്.
ഈ മന്ത്രിസഭാ രൂപീകരണത്തിന് 2026 പ്രതിസന്ധി നേരിടുകയാണെങ്കിൽ ലീഗിന്റെ പിന്തുണ LDF-ലേക്ക് ചെന്നു കഴിഞ്ഞാൽ നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ ചില സംഭവ വികാസങ്ങൾ കാണാമെന്നുള്ളതാണ്. ലീഗിന്റെ ബാർഗെയിനിങ്ങിന് വലിയ പ്രാധാന്യം ഉണ്ടാകും. അതിന് ചിലപ്പോൾ CPM തലകുനിക്കുകയും ചെയ്യും, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. ഇപ്പൊ പല വിട്ടുവീഴ്ചകളും ചെയ്ത് നിൽക്കുന്ന ഒരു പാർട്ടിയല്ലേ CPM-ഉം പിണറായി വിജയനും. ആ വിട്ടുവീഴ്ചയൊക്കെ ലീഗിനോടും കാണിക്കും.